എഴുത്തിമ്മ ഹലോ വെൽക്കം ബാക്ക് പറഞ്ഞു അപ്പൊ ന്യൂസ് കൈയടിച്ച് വരുന്നുണ്ട് ആ പറയാ എന്റെ തൊണ്ടയില് അരിമണി കുരുങ്ങി ഗൈസ്. ആ ഹലോ ഗൈസ്, ഒരു മിനിറ്റ് അമ്മ തിരിക്കാം. ഗൈസ് ഇന്നിവിടെ ഫുള്ളായിട്ട് നമ്മളിവിടെ അല്ല അത് പറയുന്നതിന് മുന്നേ കാര്യം പറയട്ടെ. ഇപ്പൊ സമയം എത്രയെന്ന് അറിയാമോ? 12:30. ഈ 12:30 സമയത്ത് നമ്മള് മുറ്റത്തിരിക്കാം. കിടുതേ ചാടാൻ വേണ്ടി നിക്ക. കിടുതേ നോക്കിടൂ. കിടുതേ കിടു അമ്മയത്തേക്ക് ചാടട്ടെ. കിടു ചാടാൻ നിക്ക നോക്ക്. കിടുവേ അതാ 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 കിടുവേ. ഗൈസ് നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മളിപ്പോൾ രാത്രി 12:30 ആയി. ഈ 12:30 സമയത്ത് നമ്മളിവിടെ കട്ടൻ ചായ അരിമണി ഉണ്ടാക്കി കുടിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കിടു ഇവിടെ സൈക്കിൾ ഔട്ടുണ്ട്. പട്ടി കയറി ചെന്നപ്പോഴത്തേനും അതൊക്കെ അമ്പടും ഇതാ സുന്തി ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. താട്ടൻ ഇവിടെ ഇല്ല. ഹായ് ഹലോ ഗൈസ് ഓക്കെ സപ്പോർട്ടോ. അപ്പോൾ ഞങ്ങളിത് അവിടെ എഴുതുമ്പോൾ 12:30 പിള്ളേരോട് മതി എല്ലാവരും ഇനി നമുക്ക് കളിക്കാം, കണ്ണുപൊത്തി കളിക്കാന്നൊക്കെ. അപ്പോൾ എഴുതുമ്പോൾ താട്ടിന് വീഡിയോ കോൾ ചെയ്യാം. ഒരാൾ അവിടെ അമ്മയുടെ ചൊറിച്ചിലിട്ട് അവിടെ പോയിരിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് അമ്മയുടെ കാല് ഇടുന്നതിന് ശേഷം ഭയങ്കര വിഷമാണ്. ഗൈസ് ദാ എഴുത്തമ്മ ഏട്ടനെ കാണാൻ മുട്ടിയിട്ട് താട്ടനെ വിളിക്കുകയാണ്. ഇതാ വീഡിയോ കോൾ ചെയ്തു. ഹലോ ഗൈസ്. എന്നെ കണ്ടിട്ടില്ല, അതെ ഇവിടെ നിൽക്കട്ടെ. ഇപ്പം എന്നെ കണ്ടു, ലൈറ്റ് തന്നെ എന്നെ കാണാൻ പറ്റില്ലടാ. ആ എന്താ ഗൈസ് ദേ എവിടെ നോക്കട്ടെ, എവിടെ എടുത്തുമ്പോ എവിടെ ഗൈസ് താട്ട. സത്യം പറഞ്ഞല്ലേ ചൂട് സഹിക്കാൻ വയ്യ. നമ്മള് എന്താ 12:30 ആണ്. ആ സമയത്ത് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുന്ന ചൂട് കണ്ടില്ലേ. സൗണ്ട് ഉണ്ടാക്കാതിരിക്കും ഇവിടെ വേർത്ത് ഒലിച്ചിറങ്ങാണ് വേർത്തിട്ട്. അത്രയ്ക്ക് ചൂടാണ് ഗൈസ്, സഹിക്കാൻ വയ്യ. പക്ഷേ ഈ ചൂടത്തെ നമുക്ക് വയ്യ, ഉറക്കവും വരുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറച്ചു നേരം പുറത്ത് എല്ലാവരും കൂടി ഇരിക്കാമെന്ന് പറഞ്ഞ് പിള്ളേർ കളിക്കുകയും ചെയ്യലോ എന്ന് പറഞ്ഞിരുന്ന പിള്ളേർ കയറിപ്പോയി. എന്തോ കാര്യമായിട്ടുണ്ട്. അതാ കണ്ടോ പൊന്നൂസിനെ അനങ്ങാൻ സമ്മതിക്കില്ല കേട്ടോ. കണ്ടോ ഈ അനങ്ങുമ്പോൾ കണ്ടോ അവിടെ നോക്കി ഈ അനങ്ങുമ്പോൾ അനങ്ങണുണ്ടോ. അവിടെ ഒരുമിച്ച് നിൽക്ക്. അറ്റൻഷൻ. Attention. Stand at this. അല്ലേ ഇതൊക്കെ കിടും അങ്ങോട്ട് തിരിയിടും. അല്ല ഞാൻ ഇന്നൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ സമയം എത്ര ആർക്കെങ്കിലും അറിയോ? എടുത്തപ്പോ സമയം എത്ര? 5 മണി. സുന്ദി എത്ര മണിയായി? അമ്പട് എത്ര മണിയായി? ആ അത് കുഴപ്പമില്ല ഗൈസ്, അത് അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു പ്രകൃതക്കാരൻ. അല്ല ഞാൻ ഒരു കാര്യം കേട്ടെ. എത്ര മണിയായി? രാത്രി 1:30 മണിയായി. കുട്ടികളെ നിങ്ങൾക്ക് ഉറക്കൊന്നുമില്ലേ? ഞാൻ പറഞ്ഞോ ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉറങ്ങിക്കോ. ഞങ്ങൾ കുറച്ച് ഡീസന്റ് ആണെന്നൊക്കെ. ഓക്കെ മനസ്സിലായി. ഇനി എല്ലാരും ഇല്ലേ? ഓക്കെ ഇനി 3:30 അവിടെ ചെന്നിട്ട് ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറ. അല്ല ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ് പറ. ഇനി കാമ്പുടറിന്റെ കാര്യം ചെയ്യിക്കട്ടെ. രാവിലെ നമ്മൾ ക്ലാസ്സിലേക്ക് അമ്പൂട് സാറായിട്ട് വരൂലേ. അവന് വരുമ്പോ അമ്പൂട് എന്താ എല്ലാരോടും പറയാ? അല്ല ഗുഡ് മോർണിംഗ് പറയാറില്ല, അതെങ്ങനെ പറയാ? അമ്മേ ഇവിടെ അപ്പുറത്തുള്ള വീട്ടുകാർക്കൊന്നും ഉറങ്ങണ്ട ഈ വീട്ടിൽ ഇവിടെ. ഇപ്പൊ ശരി ഗൈസ്, ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ആരാ
അയ്യോ ഇങ്ങനെ ഭയങ്കര ഇരുട്ടായിട്ടിരിക്കുന്നത്. ഇങ്ങോട്ട് തിരികെ ഗൈസ്. ഈ സാരിക്ക് എത്ര വർഷത്തെ പഴക്കമുണ്ട്? 27. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ആൻറ്റിയുടെ കല്യാണ സാരിയാണ് കേട്ടോ അത്. എന്താ നമുക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ആൻറ്റിയുടെ സാരി എടുത്തോണ്ട്. ഈ ബ്ലൗസ് ഇതിൻ്റെ അല്ല, വേറെ ബ്ലൗസാണ്. അന്നത്തെ ബ്ലൗസ് ഇപ്പം എടുത്ത് എനിക്ക് പാകാവില്ല. കൊടുത്തയക്കാൻ പറഞ്ഞാണ്. അപ്പോൾ ഞാൻ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്നല്ല എടുത്തേക്കണത്. ഇവിടെ സൈഡിലൊക്കെ ലൂസായിട്ടുണ്ട്, പക്ഷെ എന്നാലും രസമുണ്ട്. സാരി നല്ല സാരിയാണ്. അപ്പോൾ അതാണ്. എൻ്റെ അമ്മയ്ക്കൊന്നും അങ്ങനത്തെ ഒരു സാരിയല്ല. എല്ലാ സാരി ഉണ്ട്, പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഇല്ല കേട്ടോ. എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ കള്ളുടിച്ചപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അച്ഛന് ദേഷ്യം വന്നിട്ട് സാരിയൊക്കെ കൂടെ അച്ഛൻ അമ്മയെ തല്ലിയപ്പോൾ അമ്മേനെ വന്നിട്ട് മാമ കൂട്ടിക്കൊണ്ടുപോയി. അതിന്റെ ദേഷ്യത്തിൽ അച്ഛൻ എല്ലാം കൂടെ വാരി കൂട്ടിയിട്ട് കത്തിച്ചു സാരി. അതൊരു അമ്മയുടെ സാരി ഇല്ല, അങ്ങനത്തെ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതുവരെ അച്ഛൻ്റെ അമ്മയുടെ അങ്ങനെ ഫോട്ടോയോ. പക്ഷെ അങ്കിള് ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് അമ്പടോ, പക്ഷെ അങ്കിള് ഒരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് കുഞ്ഞുനാളത്തെ എടുത്തമ്മേടി അവരുടെ കല്യാണ ഫോട്ടോയും അതിന് ശേഷമുള്ള ഫോട്ടോയും എടുത്തമ്മയുടെ കല്യാണ ഫോട്ടോ, അവർ രണ്ടുപേരും കൂടെയുള്ള ഫോട്ടോ, പിന്നെ എടുത്തമ്മയുടെ കുഞ്ഞിലത്തെ ഫോട്ടോ, വളർച്ചയിലുണ്ടായിരുന്ന ഘട്ടത്തിലെ ഫോട്ടോ, അങ്ങനെ ഉണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാം കാണാൻ ഭാഗ്യമുണ്ടായ ആളാണ്. എനിക്ക് ഇവിടെ എൻ്റെ ആകെ ഒരു ഫോട്ടോ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. ഒരു ഫോട്ടോല്ല, 2 ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ അമ്മ പിങ്ക് ഉടുപ്പിട്ട് എന്നെ പിങ്ക് ഉടുപ്പിട്ടിട്ട് ഒരെണ്ണം എൻ്റെ അമ്മനെ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ അന്ന് അത് കണ്ട സമയത്ത് എൻ്റെ ഫോണില്ലായിരുന്നു ഫോട്ടോ എടുക്കാൻ. ഇന്ന് ഫോണായപ്പോൾ ആ ചേച്ചിയുടെ ഫോട്ടോ ഇല്ലേനു. അങ്ങനെ പോയി നടക്കും. നമുക്ക് റെഡിയാവാം. അച്ഛനെ അമ്മ വിളിക്കാം. അയ്യോ നിനക്ക് അവിടെ നിൽക്ക്, നോക്കട്ടെ തിരികെ. പൊന്നൂസിന് കല്യാണം എടുത്തമ്മതാ അതുപോലെ എടുത്തമ്മ ആന്റീനെ ഒരിക്കൽ ആന്റിയുടെ അത്ര പോലും ഒരുങ്ങിയിട്ടില്ല കേട്ടോ. ആന്റി കുറെ സ്വർണ്ണൊക്കെ വാരിയിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. ആന്റി ഇങ്ങനെ ഒരുങ്ങിയത് കണ്ടോ, ഇതുപോലെ എടുത്തമ്മ ഒരുങ്ങിയിട്ടില്ലാണ്ടോ. ഓ ഞാൻ അച്ഛനെ കാണിക്കും. അമ്മ ഒരു സഡനായിട്ട് ഈ ഫോട്ടോ കണ്ടപ്പോ എന്റെ അമ്മ അടുത്തിക്കണത് ആരാണ്. ഓ താഴെ ഇരിക്കുന്നത് എവിടെ റിസപ്ഷന്റെ ഫോട്ടോ ഉണ്ട്. ഇതാ അങ്കിളിന്റെ ആന്റിന്റെ റിസപ്ഷന്റെ ഫോട്ടോ. ഞാൻ അമ്മയുടെ എൻഗേജ്മെന്റ് ഫോട്ടോ കാണിച്ചിട്ടാ. താഴത്തല്ലേ പൊന്നോ, നമ്മുടെ എവിടെ കൊണ്ടുവച്ചത്? എൻഗേജ്മെന്റിന്റെ ഫോട്ടോ. അന്നത്തെ കണ്ടോ പിന്നിലൊക്കെ ഫോട്ടോ വെച്ചേക്കണത്. ഇപ്പൊ ട്രെൻഡ് ആയല്ലോ അല്ലേ അവരുടെ എൻഗേജ്മെന്റ് ഫോട്ടോ. കൊള്ളാം കൊള്ളാം. ഒറിജിനൽ മുടിയാ? ഒരുങ്ങിട്ടുണ്ട് സാരി. ഹലോ 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 എന്താണ് ഗൈസ് ചോദിക്കണേക്ക്? വരുന്നോ നിങ്ങൾ രണ്ടാളും ഇല്ലേ? കളിക്കണ്ടോ? നമുക്ക് പിന്നിട്ട് കളിക്കാം. എടുത്തമ്മ പിന്നിട്ട് കളിക്കാം. എന്നാ അയ്യോ സുന്ദി ഉറങ്ങി. അയ്യോ ഇനി ഉണത്താം നമുക്ക്. എന്നാ വാ പിന്നിട്ട് കളിക്കാം. വാ 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 എല്ലാരും വാ. പിന്നിട്ട് കളിക്കാൻ അറിയോ? ഇറങ്ങും ഇറങ്ങ ഇറങ്ങ ഇറങ്ങ. എന്ത് പിന്നു കുത്തി അല്ലടാ, പിന്നിട്ട് കളിക്ക. ആ റോഡ് വഴി നീള റോഡ്. ആ പിന്നെ കുത്തി കളിക്കേ? ആര്? അവിടെ ബോർഡ് വെച്ചേക്കുന്നുണ്ടോ? മല്ലു ഫാമിലി. ഞങ്ങൾ ആദ്യമേ പറയുമായിരുന്നേ നമ്മളൊരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീടിന് മല്ലു ഫാമിലിന്ന് പേരിടുമെന്ന്. കറക്റ്റാ മല്ലു ഫാമിലിന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. കണ്ട സൂപ്പറല്ലേ ഗൈസ്? എന്നാ കളിക്കാം, എന്നാ കളിക്കാം. അപ്പൊ ഇന്ന് എല്ലാവരോടും ബൈ ഇതൊക്കെ പറ, സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറ. ഓക്കേടോ. ആ ഞാൻ പെടും.
ഓക്കെ ഓക്കെ ബൈ ബൈ.